നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അവൻ നമ്മൾ കരുതുന്നതിനേക്കാളും വിഷ. നീ സൂക്ഷിക്കണം. അമ്മേ, ഞാനൊരു അപകടത്തിൽപ്പെട്ട് നിൽക്കുമ്പോ എന്നെ എങ്ങനെ ഇട്ടിട്ട് പോവല്ലേ അമ്മേ? അമ്മ അല്ലാതെ എന്നെ ആരാ ഈ സമയത്ത് സഹായിക്കാൻ? എന്റെ ശക്തി എന്റെ അമ്മയാ. ആ ഒരു ബോധം നിനക്കുണ്ടായിരുന്നെങ്കിൽ നീ എന്നോട് പറയാതെ ഈ തോന്നിവാസം കാണിക്കുമായിരുന്നോ? ഇനി അത് പറയല്ലേ അമ്മേ. ക്ഷമിക്ക്, ഞാൻ വേണേ അമ്മയുടെ കാല് പിടിക്കാം. കാലൊന്നും പിടിക്കണ്ട. നിന്റെ നന്മയെ കരുതിയാ ഞാൻ ഓരോന്ന് പറയുന്നേ. മോളെ, ആ നകുൽ എന്ന സാധനം ഇവിടെ എന്തൊക്കെ നാശം കാണിച്ചു. ആ പാമ്പിനെ കൊണ്ടുവന്നിട്ടേ ചില്ലറ കളിയാണ് ഇവിടെ കളിച്ചത്. എന്നിട്ട് എന്താ ഉണ്ടായേ? ആ പാമ്പ് കയറി മഹിയെ കടിച്ചു. ഭാഗ്യത്തിനാ മഹി രക്ഷപ്പെട്ടെ. മഹിക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? ആർക്കാ നഷ്ടം? നമുക്കല്ലേ? അതെ, അതൊക്കെ എനിക്കും അറിയാം. അതല്ലേ എന്റെയും ടെൻഷൻ. ഇപ്പൊ അവൻ ലക്ഷ്യം വെച്ചിരിക്കുന്നതേ മാളൂനെയാ. മാളൂന് എന്തെങ്കിലും പറ്റിയ ബാധിക്കാൻ പോകുന്നത് നമ്മളെ തന്നെയാ. മാളൂന് വേണ്ടിയാ മഹി വിവാഹത്തിന് തന്നെ തയ്യാറാവുന്നേ. അല്ലാതെ അവന് നിന്നോടൊരു താല്പര്യം ഉണ്ടായിട്ടല്ല. അമ്മ പിന്നെ ഓരോന്ന് പറഞ്ഞ് എന്നെ പേടിപ്പിക്കാതെ. ഇതിനൊരു പരിഹാരം പറഞ്ഞതാ. ഇപ്പതേ അവൻ എന്തൊക്കെയോ പുതിയ പദ്ധതിയായിട്ട് നടക്കുന്നെന്ന് എനിക്ക് തോന്നുന്നേ. ഞാൻ ആലോചിച്ചിട്ട് ഒരു പരിഹാരേ ഉള്ളൂ. അവന്റെ മേൽ നമ്മളൊരു കണ്ണു വയ്ക്കുക. നമുക്ക് ദോഷം ഉണ്ടാകുന്നത് എന്തെങ്കിലും അവന്റെ ഭാഗത്തു നിന്നുണ്ടായാ അത് തടയുക. തൽക്കാലം അതേ രക്ഷയുള്ളൂ. അതെ, അല്ലെങ്കിലും അവൻ നല്ലൊരു നടനാ. ആ മുത്തശ്ശിക്ക് അവനെ ഇപ്പൊ ഭയങ്കര വിശ്വാസമാ. അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞ് ഇവിടെ നിന്ന് ഇറക്കി വിടാൻ നോക്കിയാലും അത് നടക്കില്ല. പിന്നെ ഒരാശ്വാസമുണ്ട്. നീ അന്ന് പറഞ്ഞത് വെച്ച് നോക്കുമ്പോ ഗൗരി അവനെ നോട്ടമിട്ടിട്ടുണ്ട്. മഹിക്കോ മാളൂനോ ഗംഗയ്ക്കോ ദോഷമായിട്ട് എന്തെങ്കിലും വരുമെന്ന് ഗൗരിക്ക് തോന്നിയ അവന്റെ കാര്യം അവള് നോക്കിക്കോളും. അത് ശരിയാ. അന്നെന്തോ ഭാഗ്യം കൊണ്ട് അവൻ രക്ഷപ്പെട്ടത്. അതാ ഞാൻ പറഞ്ഞേ, നമുക്ക് ദോഷം ഉണ്ടാവുന്ന രീതിയിൽ അവന്റെ പ്രവൃത്തികൾ മാറിയ നമുക്ക് ഈ വീടിന്റെ പല ഭാഗത്തു നിന്നും അതങ്ങ് വിളിച്ചു പറയാം. അത് ഗൗരി കേട്ട് വേണ്ടത് ചെയ്തോളും. ഒന്ന് പോ അമ്മേ. ഗൗരി അമ്മ പറയുന്നത് നോക്കിയിരിക്കുവല്ലേ. നീ വിശ്വസിക്കണ്ട. അനുഭവം വരുമ്പോ മനസ്സിലാവുമല്ലോ. അത് മതി. പിന്നെ മോളെ, അമ്മ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുക. അവന് ഗംഗയും നീയൊക്കെ ഒരുപോലെയാ. ഗംഗയെ വിൽക്കാൻ നോക്കുന്നിടത്ത് നിന്നെ കൂടി കൊണ്ടുപോയി കൊടുക്കാൻ അവന് തോന്നിയ തീർന്നു. പേടിപ്പിക്കാതെ അമ്മേ. അമ്മ അന്നിത് പറഞ്ഞ ദിവസം ഉണ്ടല്ലോ, ഞാൻ ഉറങ്ങിയിട്ടില്ല. പിന്നെ അത് എന്നെ പറയാതെ. ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ. സൂക്ഷിക്കാനുള്ളത് നമ്മൾ സൂക്ഷിക്കണം, അത്രേ ഉള്ളൂ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.